യെസ്, അപ്പൊ ഗംഭീരമായൊരു റൊമാൻറ്റിക് ഡാൻസിനൊക്കെ ശേഷം ക്ഷീണിതരായോ എന്റെ നവവധു വരന്മാർ? ഇല്ല, എനിക്ക് നല്ല സ്റ്റാമിന. ഓക്കെ. അപ്പൊ മുകളിൽ അല്ല, ഞാൻ ഡാൻസ് തന്നെ ഉദ്ദേശിച്ചേ. അപ്പൊ മുകളിൽ എന്തായാലും സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓണസദ്യ കഴിച്ചുകൊണ്ട് ബാക്കി വർത്താനങ്ങളിലേക്ക് കടക്കാം. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? ടയറിംഗ് ആയിരുന്നോ കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ കല്യാണം എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ. പിന്നെ എല്ലാവർക്കും കല്യാണം ഒരിക്കലല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാരും വിളിച്ചില്ലേ ബിഗ് ബോസ്? ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ചമ്മച്ചല്ലോ അല്ലേ? അത് അവള് വന്നിട്ട് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ഓൺ സ്പോട്ടിൽ ഇട്ടതാ. അപ്പൊ ഞാൻ അവളെ ബാക്കി പോയിരുന്നു. ഇതിപ്പോ അല്ലെങ്കിൽ ഹണിമൂൺ ഒന്നും പോണില്ലേ? ഇവരെ ഹണിമൂണ് വിട്ടില്ല, ഞങ്ങള് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവർക്ക് ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണല്ലേ, പട്ടിണിക്ക് ഇരുത്തണ്ട, നമുക്ക് പോയി സദ്യ കഴിക്കാം. ഇവര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കൊറേ നേരമായിട്ട്. യെസ്, പോവാം. ചലോ. അതെ, ഞാൻ മനപ്പൂർവ്വം അത് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. ഇനി സദ്യ കഴിക്കേണ്ട ടൈമാണ്. സദ്യ കഴിക്കാൻ എക്സൈറ്റഡ് ആണ്? വെരി മച്ച് എക്സൈറ്റഡ്. നമുക്ക് സദ്യ പോയിട്ട് കഴിക്കാം. ഓക്കെ. അപ്പം എന്തായാലും എന്റെ സൈഡില് 2 കപ്പിൾസ് ഉണ്ട് അല്ലേ? ഇവരെ കൊണ്ട് ഞാൻ അവിടെ അകത്ത് നിങ്ങൾക്കായിട്ട് നമ്മളൊരു ഗംഭീര സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഗൈസ് റെഡി? ലെറ്റ്സ് ഗോ ഇൻ. അപ്പൊ ഗൈസ്, നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ വിശാലമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. സദ്യ വിളമ്പിയിട്ടില്ല, പക്ഷെ സദ്യ വരും. എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണല്ലേ? അതെ. കല്യാണം കഴിക്കാൻ പോകുന്നതിനുള്ള അവസാനത്തെ ഓണല്ലേ? ഇവരെല്ലാരും 2 പേര് വെച്ച് വന്നു. ഞാൻ ഒറ്റയ്ക്കാ, ഞാൻ നാട്ടിൽ. താങ്ക്സ്. ഇവിടെ എന്തിനാ 6 ഇല ഇട്ടിരിക്കണേ? എനിക്ക് പാർട്ണർ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇമാജിനറി പാർട്ണർ. ഋഷി, ഒരു നാൾ ഞാനും ഏട്ടനെ പോലെ ഞാനും ഒരു കല്യാണം കഴിക്കുന്നുണ്ട്. തൽക്കാലം ഇപ്പൊ നമുക്ക് സദ്യ കഴിക്കാം. ഓക്കെ. അപ്പം ഫസ്റ്റ് ഇവിടെ വിളമ്പാനായിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നവരെ അപമാനിക്കുന്നു. ചേട്ടാ, ഫുഡ് തരൂ. ഇവരിവിടെ ഓണക്കളിയൊക്കെ കളിച്ച് ക്ഷീണിച്ചിട്ടിരിക്കുക. ഫുഡ് കൊടുത്തില്ലെങ്കിൽ എന്നെ ഇവര് പപ്പടമാക്കും. പപ്പടം വേണം. പറ, ഇവര് കല്യാണം ഇന്നലെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അല്ല, ഒന്നാമത് കപ്പിൾസ് ലൈക്ക് ജസ്റ്റ് മാരീഡ് അല്ല, അപ്പൊ ഞങ്ങൾ അതിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല, അപ്ലൈ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വിളിക്ക് കൊടുക്കോ, അങ്ങനെ എന്താ വെച്ചാ ഈ വിളിക്ക്, എന്നിട്ട് ബാക്കി ഫ്രീ ആയിട്ട്. ഞങ്ങളിപ്പോ അത് പറഞ്ഞോണ്ട് വരുമായിരുന്നു. പക്ഷേ നമ്മളെ ഡാൻസിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാ അറിയോ? അമ്മ. ഞാൻ പോവാൻ വേണ്ടി അമ്മനോ ബായി പറയാൻ പോയതാ. അപ്പൊ അടിപൊളി. ഞാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് എന്നെ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് സ്റ്റെപ്പ് ഇടാൻ അമ്മ വന്നിട്ട് പറഞ്ഞു കേറി കളിക്ക്, വൈറലാവണ്ട്. സമാധാനം വൈറലായി. എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നല്ലേ? അല്ല, ശരിക്കും പറഞ്ഞ ഋഷീന്റെ അമ്മ ഭയങ്കര അവരെ ഹണിമൂണൊന്നും വിട്ടില്ല. അവരെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ട് വിളിച്ച് ലോക്കാക്കി. കുറച്ച് 1-2 ഓരോന്നും പറയാനുണ്ട്. ചില ക്ലീഷേ ഡെസ്റ്റിനേഷനുകൾ പറയുന്നുണ്ട്. ബാലി നോക്കണം ഇവിടെ പോണെന്ന്. സമാധാനത്തോടൊന്ന് ഉറങ്ങണം. അതായത് കുറച്ച് ദിവസം ഉറങ്ങിയില്ലേ? ഓട്ടത്തിൽ ഫുൾ ടയേർഡ്. അടുപ്പിച്ച് ഫംഗ്ഷനായിരുന്നു. ഫംഗ്ഷന് മുന്നേ കിടന്ന് ഓർമ്മയല്ലേ? ബിഗ് ബോസ് ഇറങ്ങിയ ഉടനെ കല്യാണ തിരക്കിലേക്ക് കയറിയ ഒരു അവസ്ഥയായിരിക്കും അല്ലേ? ഓക്കെ. ആണോ? ഇറങ്ങി ഒരാഴ്ചക്കുള്ളിൽ കല്യാണം ഉറപ്പിച്ചോ? ചെമ്മീൻ
പിന്നെ സദ്യയുടെ ചെമ്മീൻ ചെമ്മീനോ? അല്ലല്ല. ഞങ്ങൾ സൈഡിൽ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം കൊണ്ടാട്ടമാണ്. കൊള്ളാം. പപ്പടം ഉണ്ടോ? പപ്പടം ഋഷി ഇവിടെ ആദ്യം തൊട്ട് പപ്പടം ചോദിക്കാട്ടോ ചേട്ടാ. പപ്പടം കൊടുക്കണം. മണവാള ചെറുക്കനെ പപ്പടം കൊടുക്കാതെ വിടരുത്. എന്റെ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ പപ്പടം കഴിച്ച ഞാനായിരിക്കും. എത്ര പപ്പടം കഴിച്ചു? ഞാൻ ആദ്യം ഒരു 3 പിന്നെ 2 പിന്നെ 2. അതെന്ത് കണക്കായിരുന്നു? പപ്പടം ഇവള് ഭയങ്കര തീറ്റയുള്ളൂ. കാണൂല ബിഗ് ബോസിലല്ലേ ഇവൻ ബാക്കി വെക്കുന്ന ഫുഡ് ഞാൻ കഴിക്കില്ല. ഇവന് പിന്നെ വേറെ ആരൊക്കെയാണ്? അർജുന് ചോറൊക്കെ നമ്മൾ ഇത്ര എടുത്ത് വെച്ചിട്ട് കഴിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഉണ്ടെങ്കിൽ അതും ബാക്കി എടുത്ത് വേറെയും കഴിക്കും. ഞാൻ കഴിക്കും. ഞാനാണ്. അല്ല, നിങ്ങൾക്ക് അവിടെ ശരിക്കും പറഞ്ഞ ഫുഡൊക്കെ ശരിക്കും റേഷൻ പോലെ തന്നെയാണോ കിട്ടുക? ഉപ്പില്ലാത്ത ബിഗ് ബോസ് വീടോ? നാല് ദിവസം ഉപ്പില്ലാതെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സീസണിൽ ഉപ്പില്ലാതെ ആരും സർവൈവ് ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെ ആവുക വെച്ചാല് അവിടുന്ന് എന്തൊക്കെ ലോ ആയിട്ടുണ്ടെന്നുള്ളത് അല്ല ചേട്ടാ, പപ്പടം കിട്ടിയില്ല കേട്ടോ. നിങ്ങൾ 2-3 ദിവസമായിട്ട് സദ്യ തന്നെ ആയിരിക്കും അല്ലേ? നേരെ ഈ കല്യാണത്തിന് ടെൻഷൻ നമുക്ക് ഫുഡൊന്നും മര്യാദയ്ക്ക് ഇറങ്ങത്തില്ല. പിന്നെ നോറ ആസ് എ ഗേൾ ഒന്ന് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു മൊത്തം കല്യാണ ഔട്ട്ഫിറ്റും സംഭവങ്ങളും ഒക്കെ? അടിപൊളി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ കോട്ട് ഭയങ്കര ഷി വാസ് ഗ്ലോയിങ് ലൈക്ക് എനിത്തിങ്. അത് മാരേജിന്റെ അന്നത്താണെങ്കിലും ഞാൻ 2 ഡേയ്സാണ് പോയത്. അന്നത്തതും ഹൽദിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് റിസപ്ഷനും ഞാൻ നേരിട്ട് കണ്ട 2 ലൈക്ക് ടോട്ടലി ഷി വാസ് ഗ്ലോയിങ് ലൈക്ക് ഗോൾഡ്. ഇങ്ങനെ തള്ളങ്ങയായിരുന്നു. എനിക്ക് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. സോ ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് വീട്ടിൽ വെച്ചിട്ട് കല്യാണത്തിന്റെ യാതൊരു കാര്യവും പറഞ്ഞു കേട്ടിട്ടേ ഇല്ല? അവിടെ ഏറ്റവും കൂടുതൽ ഞാനാ പറഞ്ഞ എനിക്ക് കല്യാണം കഴിക്കണം അല്ലേ ഋഷിയെ? അത് കഴിഞ്ഞ സിജോ ചേട്ടൻ. ഇവിടെ കല്യാണത്തിന് പറയാത്ത ഋഷി എടി എന്റെ കല്യാണമാണ്. ഞാൻ ആലോചിച്ചിട്ട് ഇത് ശരി തന്നെയാണോ? എന്നിട്ട് ഞാൻ അപ്പം കറക്റ്റ് റെസ്പോണ്ട് ചെയ്തില്ല. ഇത് ഞാൻ ബാക്കി എല്ലാരോടും ചോദിച്ചു. കാരണം കല്യാണം ആണെങ്കിൽ ചെക്ക ബിസി ആയിരിക്കുമല്ലോ. അപ്പം ആ ടൈമിൽ നമ്മൾ വിളിച്ച് ശല്യം ചെയ്യേണ്ട വെച്ചാൽ ഞാൻ ബാക്കി എല്ലാവരുടെ അടുത്തും എൻക്വയർ ചെയ്ത് അപ്പം പറഞ്ഞു അവൻ കല്യാണം കഴിക്കാന്ന്. എനിക്ക് തീരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്. എന്നിട്ട് ഞാൻ പിന്നെ ചേട്ടാ നീ ഡ്രസ്സൊക്കെ എടുത്തോ? കാരണം ഞങ്ങൾ അതിന് പ്രിപ്പറേഷൻ ഓൾറെഡി തുടങ്ങി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒക്കെ റെഡി ആയി വന്നിട്ട് ഇനിയിപ്പോ ശരിക്കും കല്യാണം കഴിക്കില്ലെങ്കിലോ പ്രാങ്ക് ചെയ്യാണോ? ഭയങ്കര കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വട്ടം പോലും കല്യാണം കഴിക്കുന്ന കാര്യം അവിടുന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ശരിയാണ്, ഞാൻ അങ്ങനത്തെ ഒരു സൂചന പറഞ്ഞില്ല. കാരണം അല്ല ഇപ്പൊ നമ്മള് പബ്ലിക്കില് ഇപ്പൊ നമ്മള് സംസാരിക്കുവാണെങ്കിലും ചിലവരുടെ പേഴ്സണലാണ്. ഇപ്പൊ പുറത്ത് പറയണോ വേണ്ടോ ആ സമയത്ത് I want to keep it private. അത്രേ ഉള്ളൂ. എന്തായാലും അറിയുന്ന എനിക്കറിയാം. അപ്പൊ അത് ഒരു വാല്യൂ ഉള്ള രീതിയിൽ അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബിഗ് ബോസ് ആസ് എ വ്യൂവർ ആയിട്ടുള്ള 2 വ്യക്തികളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഒന്ന് ജെ, പിന്നെ ഐശ്വര്യ. ഇവരുടെ ഒരു സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു പറ. ഐശ്വര്യമായിട്ട് പറയും. അല്ല ജയന്തി ഐശ്വര്യയുടെ അഭിപ്രായം അവര് കണ്ടിട്ടല്ലോ. ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയണം. നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഉണ്ടാകുന്ന നല്ലതായിരുന്നു അങ്ങനെ പറയുന്നത്. എക്സ്പെക്ട് ചെയ്യാത്ത ആളൊക്കെ പെട്ടെന്ന് ഔട്ടായി പോകും. ആരും എക്സ്പെക്ട് ചെയ്യാൻ ഭയങ്കര സംഭവബഹുലമായ ഒരു സീസൺ ഞാൻ ഫുള്ള് കണ്ടായിരുന്നുള്ളതുകൊണ്ട് ലൈവ് ഒക്കെ ഫുള്ള് സെയിം പിച്ചതാ അവിടെ 24/7 കുത്തിയിരുന്നു. രാവിലെ തൊട്ട് തന്നെ പണി. എപ്പൊ എന്ത് പറഞ്ഞാലും ജയ 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 എന്നാ പേരും ഫുള്ളും പറയില്ല. ആണോ? പേരൊന്നും പറഞ്ഞില്ല. പേര് ജയ. ഞാൻ എപ്പോഴും ചെയ്യുന്ന വിളിക്കുന്ന ഇവളും ചെയ്യുന്ന വിളിച്ച. പക്ഷെ ഇത് ഭയങ്കര സർപ്രൈസിംഗ് ആണ്. നമ്മൾ ഒരു എപ്പിസോഡിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു എപ്പിസോഡിൽ പോലും ഋഷി പറഞ്ഞിട്ടില്ല. കാരണം ഈവൻ ഞാനും ഋഷി അൻസിത്ത് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ 24 hours ചെയ്യുന്നപ്പോ ഞങ്ങൾ അങ്ങനെ പോലുണ്ട് ഇങ്ങനെ പോലുണ്ട് എനിക്ക് ചെയ്ത് കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാൻ 100 വട്ടം വരെ പറയുന്നുണ്ട്. അപ്പൊ പോലും ഒരു സൂചന ഞാൻ പറഞ്ഞിട്ടില്ല. സിംഗിൾ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ കല്യാണത്തിനെ പറ്റി സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കാണാൻ പോയ അതല്ല ഓക്കെ കല്യാണം കഴിഞ്ഞ ഒരു ദിവസമായിട്ടുള്ളൂ. മാറിപ്പോയി, സോറി. അവൾക്ക് അറിയാം, കഥ അവൾക്കും അറിയാം. അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഷോയില് പറയില്ലല്ലോ എന്നല്ലേ. ആ അപ്പൊ ജയ പറയൂ, ആസ് എ വ്യൂവർ ഈ ഒരു സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടാണ് ബിഗ് ബോസ് കാണുന്നത്. പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും ഹാർട്ടിൽ കുടുങ്ങിയിട്ടുള്ള ഒരു സീസൺ. ഓക്കെ, കാരണം ഹാർട്ട് അവിടെ ആണല്ലോ. ഹാർട്ട് അവിടെ ആണല്ലോ. ഓ മൈ ഗോഡ്. ചേട്ടാ ഇച്ചിരി വെള്ളം നിങ്ങളുടെ പാർട്ട്നേഴ്സ് അല്ലാതെ ഡു യു ഹാവ് എനി ഫേവറേറ്റ്സ് ഇൻ ബിബി ഹൗസ്? ആരെങ്കിലും ഒരാള്? ആരാണ്? ഞാൻ ഋഷിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആണോ? നോറ കേൾക്കണ്ടല്ലോ അല്ലേ? ഈ നോറക്കല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഋഷിക്കും ജാൻമണിക്കുമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഋഷിക്ക് വോട്ട് ചെയ്ത് കേക്കട്ടെ? ഋഷി ഭയങ്കര ജെനുവനാണ്. ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞിട്ടുള്ളൂ. ഋഷി ലൈക്ക് എല്ലാം ഹാർട്ടിലേക്ക് എടുക്കുന്ന ഒരാളാണ്. ഭയങ്കര എന്താ പറയാ, ജെനുവൻ ആയിട്ടുള്ള ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ബാക്കിയുള്ള എന്ത് കാര്യമാണെങ്കിലും അത് ഋഷിക്ക് ദേഷ്യം വരികയാണെങ്കിൽ കൂടി ഋഷി അത് അതേപോലെ എക്സ്പ്രസ് ചെയ്യാം. ലൈക്ക് ഒരു പേഴ്സൺ പോലും അതില് ഒരു ഇത് അല്ല. ഞാൻ ചോദിക്കട്ടെ ഐശ്വര്യ, ബിബി ഹൗസിൽ ദേഷ്യപ്പെട്ടതുപോലെ എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? പുറത്ത് ദേഷ്യം വരും. ഞാൻ കേറുന്ന മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്. മനസ്സിൽ ദേഷ്യം വെച്ചോണ്ടിരിക്കില്ല ആരോടും. പെട്ടെന്ന് പറഞ്ഞാൽ അതാ ആ ഷൗട്ടിങ്ങിൽ ചെയ്താലും പെട്ടെന്ന് മറക്കും. അല്ല, ആ ഷൗട്ടിങ്ങിൽ അങ്ങ് പോവും അത്. പക്ഷെ അത് എനിക്ക് ഓട്ടോമാറ്റിക്കലി പറഞ്ഞത് പ്ലാൻ ചെയ്യണതല്ല. ഒരു ലെറ്റിംഗ് ഔട്ട് അല്ലേ? എനിക്ക് അങ്ങനെ അപ്പൊ റിയാക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അവരോട് ഒരിക്കലും ദേഷ്യം വെച്ചോണ്ടിരിക്കില്ല. അത് ആക്ച്വലി ഒരു നല്ല ക്വാളിറ്റിയാ. നീ ഐഷു പറയൂ, ഹൂ ഇസ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അപ്പാർട്ട് ഫ്രം യുവർ ഹസ്ബൻഡ്? ഫസ്റ്റത്തെ ഞാൻ ഋഷിനെ പറഞ്ഞുകൊണ്ട് നോറിനെ പറയുന്നത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. ആകെ മൊത്തം പ്രശ്നം. നോറെ എനിക്ക് ഇഷ്ടമായിരുന്നു. നോറ ഭയങ്കര ബബ്ലി ആയിട്ട് ഡാൻസ് ഒക്കെ ഡാൻസ് ഡാൻസ് കളിച്ചതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇനിയൊരു പക്ഷേ അല്ല, എനിക്ക് അങ്ങനെ അൻസിബെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജിൻഡോ ചേട്ടൻ. ഋഷിനേക്കാളും മുമ്പ് അൻസിബല്ല ഔട്ടായത് അല്ലേ? അപ്പൊ അൻസിബ പുറത്തിറങ്ങിയപ്പോ ഐശ്വര്യ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല അങ്ങനെ ഇല്ല ഇല്ല. ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നോ? ഇല്ല. അൻസിബനെ ഇല്ല. എന്റെ അമ്മ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഋഷി അൻസിബയോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ ഒരാളുള്ള കാര്യം? ഞാൻ പറഞ്ഞിരുന്നു. ഓ അത് അതിന്റെ ഉള്ളിൽ വെച്ച് പറയണ്ട. അത് നടക്കുമ്പോ എന്തെങ്കിലും അറിഞ്ഞാൽ മതി. എനിക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഞങ്ങള് ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടാണെന്ന്. പക്ഷെ തിരിച്ചൊന്നിട്ട് ചോദിച്ചു, ഒരു പ്രാവശ്യം പേര് പറഞ്ഞില്ലല്ലോ. പക്ഷെ ഞാനേ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. അത് കാണിച്ചിട്ടില്ല. പക്ഷെ ആണോ? നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഉറങ്ങാൻ നേരത്തെ നമ്മള് ഒരു ദിവസം ഫുള്ള് കണ്ടന്റ് അല്ലേ അത്, എന്തോ ഒരു പ്രാവശ്യം. പക്ഷെ അത് മനസ്സിലാവില്ല. അത് ഇവളുടെ വീട്ടിൽ വിളിക്കുന്നൊരു പേര് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ എടുത്തു കറി, എന്റെ കറി എടുത്തിട്ട് പോട്ടോ. വേറെ വല്ല കറി വേണോ? ഇത് വേണോ? അത് കൊണ്ടുപോകരുതേ. അപ്പം അൻസിബ ആൻഡ് നോറ എല്ലാരും ഇഷ്ടമായിരുന്നു. കാരണം എനിക്കറിയാം അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും ഓരോരോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാരും എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഓരോ ചില ദിവസം ഇഷ്ടമുള്ളവരെ നെക്സ്റ്റ് വിചാരിക്കും ഇവരെന്താ കാണിക്കുന്നത് വിചാരിക്കും. പക്ഷെ അടുത്ത ദിവസം അവർ പിന്നെയും പോസിറ്റീവ് ആവും. അങ്ങനെ മാറി മാറി എല്ലാവരോടും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അയ്യോ എനിക്കല്ല, ഇവിടെ നീ വേണം എടുത്തോ. ഓക്കെ ഋഷി, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ബിബി ഹൗസിൽ വെച്ചിട്ടല്ലേ ഫസ്റ്റ് ടൈം കണ്ട് പരിചയപ്പെടുന്നത്? അതിന് മുമ്പ് പരിചയമേ ഇല്ലല്ലോ. അപ്പം ഒരു ഫസ്റ്റ് 2 വീക്സിൽ ഇപ്പൊ നോറയ്ക്ക് ഋഷിനെ പറ്റിയും ഋഷിക്ക് നോറെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ എന്തായിരുന്നു? ഫസ്റ്റ് 2 വീക്സ് കൂളായിരുന്നു. ഫസ്റ്റ് എനിക്ക് ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം അവളെന്നെ കൺഫ്യൂഷൻ അടിച്ച് ഒരു മൂലയ്ക്ക് പോയി നിൽക്കായിരുന്നു. പക്ഷെ ഇവള് എന്താ സംഭവം, ഇവള് ഫുള്ള് നോക്കി ഇങ്ങനെ സ്റ്റഡി ചെയ്യുക എല്ലാവരും. സ്മാർട്ടാണ്, അത് നല്ലൊരു ക്വാളിറ്റി ആണ്. എനിക്ക് അത്രയും ഇപ്പോൾ അറ്റ് എ ടൈം ഒരാളുടെ അടുത്ത് ഇതാക്കുമ്പോൾ എനിക്ക് ഫുള്ളും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ ചുറ്റുപാട്. പക്ഷെ ചുറ്റുപാട് നമുക്ക് ഭയങ്കര ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിരീക്ഷിക്കും, ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും എല്ലാവരും.
എന്നാണ് എന്റെ വിശ്വാസം. കാരണം അവൾക്ക് അപ് ടു പോയിന്റ് എല്ലാം അവള് പറയും അവിടെ വന്നിട്ട്. എല്ലാവരുടെയും കാര്യം വിത്ത് ഉൾപ്പെടെ ഡേറ്റ് കലണ്ടർ പോലും ഇല്ല അവിടെ. എന്നാലും നിങ്ങൾ 2 ദിവസം മുമ്പ് ഇങ്ങനെ പറഞ്ഞില്ലേ, ഏത് ഞാൻ ചോറെടുക്കാൻ നേരം നിങ്ങൾ ആ കുപ്പി എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോ എന്നൊക്കെ ചോദിച്ചളയുന്നോ പറഞ്ഞില്ലേ ഒരു ദിവസം സിജോ ചേട്ടൻ എല്ലാരും തലക്കിട്ടില്ലേ ഇവ അങ്ങനെ ഏതെങ്കിലും ഒരു നോറയ്ക്ക് ഈ അത്രയും ഞാൻ റിയാക്ട് ചെയ്തിരുന്നായിരുന്നു എന്ന് തോന്നാറുണ്ടോ? എനിക്കോ അങ്ങനൊന്നും തോന്നിയിട്ടില്ല. എല്ലാവർക്കും അത് വേണ്ട റിയാക്ട് തോന്നിയിട്ടില്ല. അതൊക്കെ ഒരു മെമ്മറീസ്, ലൈഫിന്റെ ഒരു പാർട്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതെല്ലാരും ആ രീതിയിൽ തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഇപ്പൊ ഒരു ഫാമിലി ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ടല്ല നമ്മളെല്ലാരും ഇപ്പൊ ഒത്തൊരുമിച്ച് ഒരു സത്യം അത് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ അതിനകത്തുള്ളത് എന്താ, നമ്മളത് അവിടെ ഇട്ടിട്ടാണ് നമ്മൾ വരുന്നത്. പുറത്ത് വന്നപ്പോ ഞാൻ എല്ലാരും എന്റെ കല്യാണത്തിന് ക്ഷണിച്ചു, എല്ലാരും വന്നു. അത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും ഉണ്ടായിരുന്നു, വന്നു. എല്ലാരും ഇപ്പൊ വെഡിങ്ങിനാണെങ്കിലും റിസപ്ഷൻ സൈഡാണെങ്കിലും അവിടെ ഇവിടെയും ഒരു സ്പ്ലിറ്റ് ചെയ്ത് വന്ന് എല്ലാരും വന്നിട്ട് പോയി. അപ്പൊ അത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും ഒരുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. അല്ല ഞാൻ പറയണ അങ്ങനെ ആയിരിക്കണം. അത് അവിടുത്തെ അത് കഴിഞ്ഞു, നമ്മൾ അടുത്ത നെക്സ്റ്റ് മൂവ് ഓൺ. സോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ്. വാട്ട് ഈസ് യുവർ ഫീലിംഗ് ബീയിങ് കോൾഡ് മിസ്സസ് ഋഷി? ഇങ്ങനെ ഈ മറ്റേ വൈഫ് മറ്റേ ഹസ്ബൻഡ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോ അതൊരു സുഖമുണ്ട്. ഒരു പായസം വേണ്ടല്ലോ, അത്ര ഒരു മധുരം. കൊള്ളാം. ഞാനോട് നീ എന്നെ കെട്ടോന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് കൺഫ്യൂഷൻ എല്ലാ ഗേൾസിനും ഉള്ളതാണല്ലോ ഒരു കാര്യം തന്നെ. അതാണ് അല്ല എനിക്ക് കൺഫ്യൂഷൻ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവും. ഇവനും കെട്ടും ഈ കൺഫ്യൂഷൻ വരുമ്പോ ഇപ്പൊ എനിക്ക് എത്ര പൊളിയും ആലോചിച്ച് നോക്കി. നമ്മളിവിടെ ഋഷി ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യപ്പെടുന്നുള്ളപ്പോ കേരളം മൊത്തം അറിയാം. ഋഷി ദേഷ്യപ്പെടും, പക്ഷെ പാർട്ട്ണർ നമുക്ക് അറിയാലോ. അതാ ദേഷ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് അവൻ അതുപോലെ തന്നെ ഞാൻ ദേഷ്യപ്പെടും, സോൾവ് ആക്കും. ദേഷ്യപ്പെടും. മനുഷ്യരാകുമ്പോ ദേഷ്യപ്പെടും, പിന്നെ എന്നിട്ട് സോൾവ് ആക്കും. ഐശ്വര്യക്ക് ദേഷ്യമില്ല. ഉണ്ട്. പാറുവിന് വരും. ചോറാണോ ഋഷിക്ക്? നീ വേണ്ട. ഐശ്വന്? നോറ? ജയ്? യെസ്. ചേട്ടാ വേണ്ടെന്നാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് പായസത്തിലേക്ക് മൂവ് ചെയ്യാല്ലേ? എനിക്കൊന്നിനും ഓക്കെ ആണോ? എനിക്ക് പായസം ഗ്ലാസ്സിൽ മതി. ഇവര് ദേഷ്യപ്പെടാറേ ഇല്ല എന്നാ പറഞ്ഞേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങള് ചീത്ത വിളിക്കാറില്ല, ദേഷ്യപ്പെടാറുണ്ട്. അതന്നെ ചീത്ത വിളിയില്ല. ചീത്ത വിളി എന്നെ ഒരു വാക്ക് ഇവളുടെ ഇത്ര വർഷമായിട്ട് ഇച്ചിപ്പോ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സീന. ആണോ? ഞാൻ അങ്ങനെ ഒരിക്കലും വിളിക്കാറില്ല. നമ്മള് ചീത്ത വിളി അല്ലെങ്കിലും ഡിസ്റെസ്പെക്ട് അതില്ല. നിങ്ങളുടെ കല്യാണത്തിൽ എത്ര തരം പായസം ഉണ്ടായിരുന്നു? കല്യാണം നന്നായിട്ട് നടന്നു. അതിന്റെ സന്തോഷം എനിക്ക് അത് മാത്രം ഓർമ്മയുള്ളൂ. താങ്ക് യു ബ്രോ. സോ ഡു യു റിമെമ്പർ എത്ര പായസം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പായസം. എനിക്ക് 2 പായസം. 2 പായസം അടപ്രഥമനും one was ഗോതമ്പ് and another one was സദ്യ. എന്റെ അമ്മ 5 പേര് മാറ്റി 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 അവസാനം അത് ഫിക്സ് ചെയ്യും. ഒരാളെ ഫിക്സ് ചെയ്യാകുമ്പോ പിന്നെ അവിടെ നിന്ന് കേൾക്കും, റിവ്യൂ കേൾക്കും, പോരാന്ന് കേൾക്കും. അപ്പൊ അമ്മ പറയും വേണ്ട കേട്ടോ സദ്യ വേണ്ട. പിന്നെ വേറെ അത് പോയി കഴിച്ചു നോക്കി, അപ്പൊ അത് ഇഷ്ടമായിട്ട് അതും മാറ്റി. അങ്ങനെ 5ാമത്തെ ആളെയാണ് ഫിക്സ് ചെയ്തത്. എങ്ങനെയാണ് ഇപ്പൊ മുടിയന്റെ വീട്ടിലേക്ക്? മറ്റത് പണ്ട് ഗേൾ ഫ്രണ്ട് അല്ല, അതിന് വീട്ടിൽ പോയിട്ടുണ്ടോ മുടിയന്റെ? വരാറുണ്ട്, അമ്മേനെ കാണാറുണ്ട്. ഇപ്രാവശ്യം അല്ലേ മറ്റേ വിളക്കൊക്കെ പിടിച്ചിട്ട് മരുമകളായിട്ട് പറയ ഐശ്വര്യം എന്തോന്നും വേണ്ട അത് കേക്കട്ടെ. ഇവിടെ മഞ്ഞച്ചരട് പോലും താലിന്ന് മാറ്റിയില്ല കേട്ടോ അല്ലേ? ഇതിലോട്ടാ മാറ്റണ്ടേ? അപ്പൊ മിനിങ്ങാന്നല്ലേ കല്യാണം കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ടൈം എന്തോ ഉണ്ട്. അതാണ് അവന്റെ അമ്മ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മാറ്റാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ആന്റി ചില്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റിൽ ആസ് എ മദർ ഇൻ ലോ ആ ഒരു അമ്മായിയമ്മ മരുമകൾ റാപ്പോ നേരത്തെ പോലെ എന്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ അമ്മ ഈ കൂടുതലും ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും അങ്ങനെ വരാറില്ല. ഒറ്റയടിക്ക് വന്നപ്പോ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഫ്രണ്ടിലും അതെ അമ്മ ചെറുതായിട്ട് പോലും എന്റെ വ്ളോഗിൽ പോലും അമ്മയ്ക്ക് വരാൻ താല്പര്യം. പക്ഷെ ഇത് ഇങ്ങനത്തെ ഷോ ആയതുകൊണ്ട് ഉറപ്പായിട്ടും പാരന്റ്സ് വരുന്ന സമയത്ത് അമ്മ വന്നു. അപ്പൊ ആ സമയത്താണ് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര എന്തൊക്കെ അമ്മേനെ കുറിച്ച് പറയപ്പോഴും എനിക്ക് മനസ്സിലാവും എന്റെ അമ്മ
ഭയങ്കര സംഭവമാണ്. ആന്റി ഭയങ്കര പാവമാണ്, ഇൻഫാക്ട് ഭയങ്കര സുന്ദരിയാണ്. നമുക്ക് അടിപൊളിയാ. എല്ലാരും ഇവനെ പോലെ തന്നെ ഇവന്റെ ഫേസ് കട്ടാണ്. കേട്ടല്ലോ, പറഞ്ഞിട്ടോ എന്റെ ഹസ്ബൻഡിനെ പോലെ. ജയ് എന്ത് പറ്റി സൈലന്റ് ആയി പോയത്? കേൾക്കാണ്. പായസം കുടിച്ചോ എല്ലാരും? വയ്യ, ക്ഷീണോ നമ്മള് കാണിച്ചില്ലേ? കുഴപ്പമില്ല, ഇപ്പൊ കാണിക്കാം. നല്ല സ്റ്റാമിന ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞില്ലായിരുന്നോ? Yeah. ഇടക്കിടക്ക് എടുത്തിട്ടുണ്ടാ. ഓക്കെ, പോവാ നമുക്ക്. ഇങ്ങോട്ട് മടക്കണം. ഞാൻ പറയുമ്പോ പറഞ്ഞോടുക്കല്ലേ? ഓക്കെ, ഞാൻ എപ്പോഴും അങ്ങോട്ടാ മടക്കി. നോറ അങ്ങോട്ട് മടക്കി, ഇങ്ങോട്ട് മടക്കണല്ല. ഇന്ന് പോലും ഇങ്ങോട്ട് മടക്കൂട്ടോ. എന്ത് പക്കം അത് കൊള്ളാം, ആ രണ്ട് കണക്കാ. ഓക്കെ, അപ്പം എന്റെ ന്യൂ കപ്പിൾസ്, നിങ്ങൾ ന്യൂ പെട്ടെന്ന് കല്യാണം, അപ്പൊ ഞാൻ വിളിക്കാം. ആ അത് തന്നെ. അപ്പം സൂൺ ടു ബി മിസ്റ്റർ ആൻഡ് മിസ്സസ് ആൻഡ് ഓൾറെഡി മിസ്റ്റർ ആൻഡ് മിസ്സസ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ? അടിപൊളിയായിരുന്നു, ഗെയിംസും പരിപാടികളൊക്കെ സദ്യ പൊളി.